അപകടമുണ്ടായത് ഒരു സാധാരണ രീതിയിലുള്ള ലാൻഡ് സ്ലൈഡ് അല്ല ഉണ്ടായത്, മറിച്ച് മണ്ണെടുത്ത് കൂട്ടിയിട്ടിരുന്ന, ഇളകിയ മണ്ണ് കൂട്ടിയിരുന്നിട്ടിരുന്ന, ആ നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് കൂട്ടിയിരുന്ന ആ മണ്ണാണ് വീണ്ടും ഇടിഞ്ഞു മാറിയത്. അതാണ് ഈ അപകടത്തിന് കാരണമായത് എന്നതാണ്. നേരത്തെ തന്നെ മണ്ണ് അങ്ങനെ കൂട്ടരുത് എന്ന നിർദ്ദേശമുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അത് മാറ്റണമെന്ന ആവശ്യവും പാലിച്ചില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കൂടിയാണ് മണ്ണിടിച്ചിൽ ഇത്ര വലിയ രീതിയിലേക്ക് ഉണ്ടായതിന് കാരണമായതാണ് മനസ്സിലാക്കുന്നത്. അതായത് നേരത്തെ തുരങ്കപാതയ്ക്ക് വേണ്ടി എടുത്ത മണ്ണ് കൂട്ടിയിട്ടിരുന്നു, ഒരു വലിയ മല പോലെ കൂട്ടിയിട്ടിരുന്നു, ആ മണ്ണാണ് ഇടിഞ്ഞു മാറിയത്. അതാണ് ഇങ്ങനെ അപകടമുണ്ടായതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ദുരന്തം ആശുപത്രിയിൽ എല്ലാവരെയും എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ബാക്കി കാര്യങ്ങൾ അവിടെ പരിശോധിക്കുന്നുവെന്നാണ് മന്ത്രി വ്യക്തമാക്കിയ കാര്യം. എന്തായാലും പ്രദേശത്ത് അതിശക്തമായ മഴയാണ് ഉണ്ടായത്, അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായത് എന്നതാണ്. അപ്പോൾ സാധാരണ രീതിയിൽ ഉണ്ടാകുന്ന ഒരു മണ്ണിടിച്ചിലല്ല, മറിച്ച് മണ്ണ് എടുത്ത് മാറ്റി കൂട്ടിയിട്ടിരുന്ന ഭാഗത്തു നിന്നും മണ്ണ് ഇടിച്ചു മാറുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഈ അപകടമുണ്ടായത് എന്നതാണ് മന്ത്രി വ്യക്തമാക്കിയ കാര്യം. ഇതാണ് ഈ അപകടം സംബന്ധിച്ച് സർക്കാരിൻ്റെ ഇതുവരെയുള്ള സാഹചര്യം. വയനാട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു എന്ന വിവരം കൂടി വരുന്നുണ്ട്. അതിശക്തമായ മഴയാണ്. അങ്ങനെയെങ്കിൽ മഴ ഇനിയും ശക്തമാക്കുമെന്ന സൂചന കൂടിയാണ്. വയനാട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു എന്ന വിവരം കൂടി വരുന്നുണ്ട്. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അതാണ് പുതിയ വിവരങ്ങൾ വരുന്നത്. മീനങ്ങാടിയിലുള്ള NDRF സംഘത്തോടു കൂടി അവിടേക്ക് പോകാനുള്ള നിർദ്ദേശം കൂടി ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇപ്പോൾ അവിടുന്ന് വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. അങ്ങനെയാണ് പ്രദേശത്ത് റെഡ് അലർട്ട് എന്ന വിവരം കൂടി വരുന്നുണ്ട്. നമുക്ക് KSDMAയുടെ പുതിയ വിവരങ്ങൾ കൂടി പുറത്തു വരേണ്ടതുണ്ട്. ജില്ലയിലെ പൊതുവായ സാഹചര്യങ്ങൾ കൂടി വരേണ്ടതുണ്ട്. എന്തായാലും ഈ അപകടം അതിൻ്റെ വ്യാപ്തിയാണ് മനസ്സിലാകുന്നത്. എന്തായാലും അപകടത്തിൽപ്പെട്ടവരെ എല്ലാവരെയും ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആശുപത്രിയിലുള്ളവരുടെ ആരോഗ്യനില സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ടതില്ല എന്ന വിവരം കൂടി മന്ത്രി പങ്കുവയ്ക്കുന്നുണ്ട്. സർക്കാരിൻ്റെ നിർദ്ദേശം അവഗണിച്ചുകൊണ്ടുള്ള നീക്കമാണ് നടന്നത്. മനുഷ്യനിർമ്മിത ദുരന്തമാണ് ഉണ്ടായത് എന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. കരാർ കമ്പനി അത് സംബന്ധിച്ച് ഗുരുതരമായ വീഴ്ച വരുത്തി എന്ന ആരോപണം കൂടി ഉണ്ടാകുന്നുണ്ട്. കാരണം ആ സ്ഥലത്ത് നിന്നും ആ മണ്ണെടുത്ത് മാറ്റണം, മണ്ണങ്ങനെ കൂട്ടിയിടരുത് എന്ന നിർദ്ദേശമുണ്ടായിരുന്നു. അത് അവഗണിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതാണ് ഈ തരത്തിൽ അപകടത്തിന് ഇടവെച്ചത് എന്ന കാര്യം കൂടിയാണ് മന്ത്രി പറയുന്നത്. മനുഷ്യനിർമ്മിതം, സർക്കാരിൻ്റെ നിർദ്ദേശം അവഗണിച്ചു, അങ്ങനെ ഗുരുതരമായ ആരോപണം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് എന്നതാണ് സാഹചര്യം. രക്ഷാപ്രവർത്തനത്തിന് നാട്ടുകാരാണ് മുൻനിരയിൽ നിന്നത്. അവരാണ് പ്രവർത്തനങ്ങൾ ആദ്യം തന്നെ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയത്. മന്ത്രി T. സിദ്ദിഖിൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. രക്ഷാപ്രവർത്തനം സംബന്ധിച്ച് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചത് അങ്ങനെയാണ്. ദൃശ്യങ്ങളിൽ കാണാം ഈ അപകടത്തിൻ്റെ വ്യാപ്തി. മണ്ണ് വന്ന് മൂടുന്നത്, ഒരു പ്രദേശം തന്നെ മണ്ണ് വന്ന് പൂർണ്ണമായി മൂടുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. അവിടുത്തെ സാഹചര്യം അതായിരുന്നു. ഏറ്റവും വലിയ രീതിയിൽ അവിടെ ആ രീതിയിലാണ് മണ്ണ് വന്ന് മൂടിയതെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടുത്തെ സാഹചര്യം അതായിരുന്നു. അതിശക്തമായ ദുരന്ത സാധ്യതയാണ്. 6 പേരെ അവിടുന്ന് രക്ഷിച്ചു. അശാസ്ത്രീയമായ മണ്ണ് ഇട്ടതുകൊണ്ടുള്ള ദുരന്തമാണ്. ആശുപത്രിയിലുള്ളവരുടെ പേര് കിരൺ, ദിലീപ്, സൂരജ് യാദവ്, സഞ്ജീവ്, രജനീഷ്, തന്മയ് എന്നിവരാണ് എന്ന് മന്ത്രി പറയുന്നു. NDRFൻ്റെ അടുത്ത സംഘം, കോഴിക്കോട് നിന്ന് സംഘം അവിടേക്ക് എത്തുകയാണ്. അപകടം സംബന്ധിച്ച് കൃത്യമായ സൂചനകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു, അത് പാലിച്ചില്ല. ആ നിർദ്ദേശങ്ങൾ അവഗണിച്ചത് മൂലമുണ്ടായ ദുരന്തം എന്നതുകൂടിയാണ് മന്ത്രി വ്യക്തമാക്കിയ കാര്യം. പ്രദേശത്ത് നേരത്തെ തന്നെ അപകട സാധ്യതയുണ്ടായിരുന്നു, അത് അവഗണിച്ചുകൊണ്ട് ഉണ്ടായ ഒരു വലിയ ദുരന്തം എന്നതുകൂടിയാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. കൂടുതൽ ആളുകൾ മണ്ണിനടിയിലുണ്ടോ എന്ന സംശയം ഉയരുന്നുണ്ട്. അത് സംബന്ധിച്ച് വ്യക്തത വരേണ്ടതുണ്ട്. പ്രദേശത്ത് എത്ര പേരുണ്ടായിരുന്നു എന്ന് വ്യക്തത വരേണ്ടതുണ്ട്. ലേബർ ക്യാമ്പിന് സമീപത്താണ് മണ്ണ് ഇടിഞ്ഞു വീണത്. അതുകൊണ്ട് കൂടി കൂടുതൽ ആളുകൾ അതിനുള്ളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന സംശയമുണ്ട്. അതിലും വ്യക്തത വരേണ്ടി വരുന്നുണ്ട്. ജയരാജ്, കൂടുതൽ വ്യക്തത അത് സംബന്ധിച്ചുണ്ടാവുമെന്ന് കരുതാം. എന്തായാലും കൂടുതൽ ദുരന്തത്തിൻ്റെ വ്യാപ്തി വ്യക്തമാകുന്നുണ്ട് നമുക്ക് സാഹചര്യത്തിൽ. നേരത്തെ റവന്യൂ മന്ത്രി അടക്കം വ്യക്തമാക്കിയിരുന്നു, സർക്കാരിൻ്റെ നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ പ്രവർത്തനങ്ങൾ നടന്നത്. അതാണ് ഇത്ര വലിയൊരു അപകടത്തിലേക്ക് പോയത് എന്ന് മനസ്സിലാകുന്നു. എന്തായാലും ഇത് സംബന്ധിച്ച് വലിയ പരിശോധന വേണ്ടിവരും. തുരങ്കപാതയുടെ നിർമ്മാണം താൽക്കാലികമായെങ്കിലും നിർത്തിവെക്കേണ്ടി വരും പൂർണ്ണമായും. അതാണ് സാഹചര്യം. പ്രത്യേകിച്ച് കാലാവസ്ഥ അതിമോശമായി വരുന്ന സാഹചര്യം. ഒപ്പം ഇത് സംബന്ധിച്ച് വരും ദിവസങ്ങളിലും ശക്തമായ മഴയുണ്ടാവാനുള്ള സാധ്യത, ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനം, നീക്കം, സർക്കാരിൻ്റെ തീരുമാനം
അവിടെ നിന്ന് ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം റവന്യൂ മന്ത്രി AP അനിൽകുമാറും അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സമീപം അദ്ദേഹവും മാധ്യമങ്ങളെ കാണുമെന്ന അറിയിപ്പ് കൂടി വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് സംബന്ധിച്ച് ഇതുവരെ സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തമാകും എന്ന് പ്രതീക്ഷിക്കാം. ഒപ്പം ജില്ലാ കളക്ടർ അവിടേക്ക് എത്തുകയാണ്. അതനുസരിച്ചുള്ള നീക്കങ്ങൾ കൂടി അവിടെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.